ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടോ? അതില് വിഷ്ണുവേട്ടനോ നിങ്ങൾക്കോ എന്തെങ്കിലും പങ്കുണ്ടോ? പറ അമ്മേ, ഉണ്ടോന്ന്? ഇല്ലടി, നീ ചിന്തിച്ചു കൂട്ടുന്ന പോലെ ഒന്നും ഇല്ല. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് ഈ ബോഡി ഇവിടെ നിർത്തി മാറ്റണം. അപ്പൊ നീ തുടങ്ങിക്കോ. അച്ഛനെ, ഇത് തീക്കളിയാണ്. ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരുത്തനാണോ? എടാ, നിനക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിയോളാം. പോരെ എടാ, ഈ ബോഡി ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ശാലിനിയുടെ അച്ഛനും അമ്മ അകത്തു പോവും. എടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവരെങ്ങനെ ജയിലിൽ കയറ്റാൻ പറ്റുമോ? നീ പറ. നീ കുറിച്ച് അച്ഛനെ, ഇതെങ്ങനെ പുറത്തിറങ്ങി നമ്മളും കിടക്കേണ്ടി വരില്ലേ? എടാ, അങ്ങനൊന്നും വരില്ല. എടാ കമല, നമുക്ക് സംസാരിച്ച സമയമില്ല. ഇവിടെ നമ്മളെ എത്രയും പെട്ടെന്ന് പണിയെടുത്ത് അത്രയും പെട്ടെന്ന് പോവാം. എടാ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ രാത്രി വിടുന്ന പ്രശ്നമാ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിലാണല്ലേ? എടാ, ഈ ബോഡി ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാവുന്നേ. എടാ, നിനക്കറിയാലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ശാലിനിക്ക് വേണ്ടിയിട്ടാ. ഇതെന്റെ കടമയാ. എടാ, അവൾക്ക് ഇതിൽ ബന്ധമില്ലെങ്കിൽ ശാലിനിയെ സംബന്ധിച്ചിട്ട് ശാലിനിയുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത് തലവേദനയാവും. അച്ഛനെ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തലവേദന വരുന്നു അച്ഛനെ. എടാ, നീ ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. ബാക്കി ആരോട് ഞാൻ ചെയ്തോളാം. ഞാൻ ഈ കാര്യത്തിനെ ഇറങ്ങിത്തിരിക്കുമ്പോ ഒറ്റ കാര്യം ചിന്തിച്ചിട്ടുള്ളൂ. ശാലിനിയുടെ അച്ഛനും അമ്മയും ഈ കൊലപാതകം ചെയ്തു പുറം ലോകം എങ്ങനെ അറിഞ്ഞ പിന്നെ കളക്ടറെ കസാലിൽ ഇരുന്നിട്ട് ശാലിനിക്ക് മനസ്സമാനായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാക്കാൻ ഒരു ഭർത്താവ് എന്ന രീതിയിൽ എനിക്ക് കഴിയില്ല. അച്ഛനെ, എടാ, നീ നിന്റെ ഏട്ടത്തിയമ്മയാണെന്നുള്ള കാര്യം 100 വട്ടം പറയുന്നല്ലേ. നിന്റെ ഏട്ടത്തിയമ്മയെ നോക്കിയിട്ട് ആളുകൾ കളിയാക്കുന്ന സന്ദർഭം നിനക്ക് സഹിക്കാൻ പറ്റുമോ? നീ നിന്റെ ഏട്ടത്തിയമ്മയെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. എടാ, അത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ വഴിയില്ല. നിനക്ക് സഹായിക്കാൻ പറ്റിയ സഹായിക്കാം, അല്ലെങ്കിൽ കാഴ്ചക്കാരനായിട്ട് നിൽക്ക്, അല്ലെങ്കിൽ തിരിച്ചു പോയിക്കോ. എനിക്ക് ചെയ്തേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. അച്ഛനെ, എന്ത് വില കൊടുത്തു ഏട്ടത്തമ്മയും വീട്ടുകാരെ രക്ഷിച്ചിരിക്കും. ആശാനെ ഏട്ടത്തമ്മ ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ജീവിതം? ഈ ബോർഡ് നമ്മൾ ഇവിടുന്ന് മാറ്റിയിരിക്കും. ഇതെന്താ നീ ഈ സമയത്ത്? പറയാം. അച്ഛനും അമ്മയും എവിടെ? അച്ഛാ, അമ്മേ. എന്താ മോളെ ഈ സമയത്ത്? വിഷ്ണുവേട്ടൻ എവിടെ? വിഷ്ണു ഇവിടേക്ക് വന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നീ അറിയാതെ വിഷ്ണു ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അറിയാതെ വിഷ്ണുവേട്ടൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ തിരക്ക് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ രണ്ടുപേരും അറിയാതെ വിഷ്ണുവേട്ടൻ ഒരിടത്തേക്കും പോവില്ല. നീ എന്തൊക്കെയാ മോളെ പറഞ്ഞു വരുന്നത്? നീ അറിയാത്ത രഹസ്യം വിഷ്ണുവിനില്ല. പിന്നെ എന്തിനാ വിഷ്ണുവേട്ടൻ ഉറക്കമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുന്നേ? വിഷ്ണുവേട്ടന്റെ കാര്യത്തിനാണോ, അതോ എന്റെ കാര്യത്തിനോ, അതോ ഇനി ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിനോ? ഇതൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നേ. അത് എന്തിനാണെന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. മോളെ, ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ചാ നീ പറഞ്ഞോണ്ടിരിക്കുന്നെ. വിഷ്ണു ഈ രാത്രി എവിടെ പോയെന്നാ നീ പറയുന്നേ? വീട്ടിൽ കാണുന്നില്ലമ്മേ. 1-2 ദിവസമായിട്ട് ഞാൻ വിഷ്ണുവേട്ടനെ ശ്രദ്ധിക്കുന്നു. എപ്പോഴും ഒരു ആലോചനയാ. എന്തൊക്കെയോ കാര്യങ്ങൾ ആ തലയിൽ കൂടി ഓടി നടക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ എന്തെങ്കിലും ചതി പറ്റിയിട്ടുണ്ടാവോ ഇനി? അതോ നിങ്ങൾ ആരെങ്കിലും ചെയ്ത കുറ്റം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവേട്ടൻ ഓടി നടക്കുകയാണോ? പറയ. നസീർ മരിച്ചതില് വിഷ്ണുവേട്ടന് പങ്കുണ്ടോ? അതോ
നസീറിനെ കൊന്നത് നിങ്ങൾ ആരെങ്കിലും ആണോ? എനിക്ക് ഉത്തരം കിട്ടണം. ഉത്തരം കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് പോവും. ഭ്രാന്ത് പിടിച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ വിഷ്ണുവേട്ടനെ ഈ ഊരാ കുടിക്കുന്ന എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അമ്മ പറ, എന്താ ഇവിടെ നടന്നേ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വിളിക്കുന്ന സത്യം എന്താ? അത് പിന്നെ മോളെ, നിനക്ക് ഭ്രാന്താണ്. പാതിരാത്രിയിൽ വന്ന് ഇങ്ങനെ പിച്ചും പേയും പറയാൻ. കൊലപാതകം ചെയ്തു എന്നോ? നിനക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിലേ നീ നിന്റെ പോലീസിനെ വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് അച്ഛനെ അമ്മേനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി പോലീസിനെ കൊണ്ട് ഇടിപ്പിച്ച് സത്യം പറയിപ്പിക്കും. അല്ലാതെ ഇങ്ങനെ വന്ന് തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇനി വിഷു എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ നീ അവനോട് തന്നെ ഇന്ന് ചോദിക്കണം. അല്ലാതെ ജോലിയുടെ പവർ കാണിക്കാനായിട്ടേ അച്ഛന്റെ അമ്മേനെ പുറത്ത് കുതിര കയറുകയല്ല വേണ്ടത്. വിഷ്ണുവേട്ടനോട് ചോദിക്കാൻ വിഷ്ണുവേട്ടനെ കിട്ടണ്ടേ? വിരളി പിടിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആളോട് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് ചോദിക്കാനാ? അമ്മേ, വിഷ്ണുവേട്ടൻ വീട്ടിലില്ല. അച്ഛനും കൂടി ചേർന്ന് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല, ഒരു പേടിയാ. ഏതെങ്കിലും വലിയ ചതിയില് വിഷ്ണുവേട്ടൻ പെട്ടുപോകുന്നുള്ളൊരു പേടി. അമ്മ, അമ്മയെങ്കിലും പറ, ഇവിടെ അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടോ? അതില് വിഷ്ണുവേട്ടനോ നിങ്ങൾക്കോ എന്തെങ്കിലും പങ്കുണ്ടോ? പറ അമ്മേ, ഉണ്ടോന്ന്? ഇല്ലടി, നീ ചിന്തിച്ചു കൂട്ടുന്ന പോലെ ഒന്നും ഇല്ല. ശരി, എങ്കി അമ്മ ഇവിടെ അങ്ങനൊന്നും നടന്നിട്ടില്ലെന്ന് അച്ഛന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ. അമ്മ എന്താ മടിക്കുന്നേ? അപ്പൊ എന്തോ നടന്നിട്ടുണ്ടെന്നർത്ഥം. ദേ, ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല മോളെ. വിഷ്ണു ഒന്നും ചെയ്തിട്ടില്ല. പോരെ? സത്യം.